സഞ്ജു സാംസൺ കളിക്കളത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി. നെഞ്ചിൽ കുരിശു വരച്ച് ഹെൽമറ്റും ബാറ്റും ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്ന സഞ്ജു. ഓരോ മലയാളികളും ഓരോ ഇന്ത്യക്കാരനും കണ്ണുനീരോടെയാണ് ഈ കാഴ്ച കണ്ടത്. പ്രിയപ്പെട്ട യുവതലമുറയെ, ദൈവമില്ലെന്ന് പറയുന്ന ഇന്നത്തെ യുവതലമുറ ഇത് കാണണം. ഇത്രയും വലിയ ഉയരങ്ങളിൽ ഇരിക്കുന്ന, അഹങ്കരിക്കാൻ വകയുള്ള സഞ്ജു സാംസൺ ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുൻപിൽ തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ കാഴ്ച അനേകരെ ഉണർത്തി. നമുക്കിതൊന്ന് കാണാം. കണ്ടോ, ഇന്നത്തെ യുവതലമുറ ഇതൊന്ന് കാണണം. ഹെൽമറ്റും ബാറ്റും ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മുട്ടുകുത്തി കുരിശു വരച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ് സഞ്ജു. എല്ലാവരും തഴയപ്പെട്ട സഞ്ജു ഇന്നലെ ഈഡൻ ഗാർഡനിൽ വെച്ച് തീപാറുന്ന പോരാട്ടമായിരുന്നു. സഞ്ജു സാംസന്റെ ചിറകിലേറി ഇന്ത്യ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറയുകയാണ് സഞ്ജു സാംസൺ. കണ്ടോ, എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെ, വേദനകളിലൂടെ പോയ ഒരാളാണ് സഞ്ജു സാംസൺ. നമുക്കറിയാം, കഴിഞ്ഞ ഒരുപാട് കളികൾ അദ്ദേഹം ഫോം ഔട്ടായിരുന്നു. എന്നാൽ പോലും അവിടെ എല്ലാം അദ്ദേഹം ശാന്തമായിരുന്നു. സഞ്ജുവിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്, ശാന്തമായി സൈലൻ്റ് ആയിട്ടിരുന്നു. ഒരുപാട് കളികൾ അവിടെ ഗ്രൗണ്ടിൽ വെറുതെ ഇരുന്നു. പക്ഷേ സഞ്ജുവിനെ ദൈവം തിരിച്ചു വിളിച്ചു. വളരെ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച വമ്പൻ സ്കോർ 196 റൺസ് എന്ന വമ്പൻ സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞത് സഞ്ജുവിൻ്റെ ആത്മവിശ്വാസമോ സഞ്ജുവിൻ്റെ കളിയിലുള്ള മികവോ പരിചയമോ ഒന്നുമല്ല. ദൈവമാണ്, കർത്താവാണ്, യേശുവാണ് സഞ്ജുവിലൂടെ ഇന്നലെ ഇന്ത്യക്ക് വിജയം നൽകിയത്. പ്രിയപ്പെട്ടവരെ, 19ാമത്തെ ഓവർ, ലാസ്റ്റ് ഓവറിൽ റൊമേരിയോ ഷെപ്പേർഡിൻ്റെ ആ പന്ത് ബൗണ്ടറി കടത്തുമ്പോൾ അവിടെയുള്ള ജനം മുഴുവൻ ആവേശത്താൽ എഴുന്നേറ്റ് നിന്നു. പലരും തുള്ളിച്ചാടി. ആ സമയത്ത് തൻ്റെ കയ്യിലുള്ള ബാറ്റും ഹെൽമറ്റും വലിച്ചെറിഞ്ഞ് ആ ഗ്രൗണ്ടിൽ മുട്ടുമടക്കി നെഞ്ചിൽ കുരിശു വരച്ച് തനിക്ക് വിജയം തന്ന ദൈവത്തിന് ലോകം മുഴുവൻ കാണെ സഞ്ജു മഹത്വപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്: ഈ ലോകത്തിൽ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അനേക കളികളായിട്ട് നമുക്കറിയാം സഞ്ജു ഫോം ഔട്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ സമയം, ഇതുപോലെ വിജയം ലഭിക്കുന്ന ഇത്രമാത്രം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു കളി വേറെയില്ല. ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിക്കുന്ന ഈ കളി ലോകം മുഴുവൻ ഏറ്റെടുത്ത ഈ ഒരു കളി ദൈവം സഞ്ജുവിലൂടെ വിജയം നൽകിയാണ്. പല കളികളിലും സഞ്ജു തഴയപ്പെട്ടു, കാരണം സഞ്ജു ഫോം ഔട്ടായിരുന്നു. പല കളികളിലും ഗ്രൗണ്ടിൽ ഇരിക്കുന്ന കാണികളെ പോലെ സഞ്ജു കളി കണ്ടു മാത്രമേ. എന്നാൽ ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഏറ്റവും ആവശ്യമായ സമയത്ത് ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ദൈവം സഞ്ജുവിനെയും സഞ്ജുവിൻ്റെ കളിയിലെ മികവിനെയും മാറ്റി നിർത്തിയിരുന്നു. സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റനിൽ നിന്നുണ്ടായിരുന്ന തിരസ്കരണം അവസാനം ഈ കളി ജയിച്ചപ്പോൾ സൂര്യകുമാർ എന്ന ക്യാപ്റ്റൻ പ്രിയപ്പെട്ടവരെ സഞ്ജുവിൻ്റെ മുൻപിൽ തലകുനിക്കാൻ ആ രംഗം നമുക്കൊന്ന് കാണാം. നിങ്ങളൊന്ന് കണ്ടോ? സഞ്ജുവിനെ കാണുന്ന സമയത്ത് തൻ്റെ തലയിലുള്ള ക്യാപ്പ് മാറ്റി സൂര്യകുമാർ കുമ്പിടുകയാണ്. സഞ്ജുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. തന്നെ എഴുതി തള്ളിയവർക്കും പരിഹസിച്ചവർക്കും ബാറ്റ് കൊണ്ട് തന്നെ അവൻ മറുപടി നൽകി. വീണ ഇടത്തു നിന്നും ഒരു ഫീനസ് പക്ഷിയെ പോലെ സഞ്ജു സാംസൺ പറന്നുയർന്നു. ഇതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി. ഇത് ദൈവം നൽകിയ വിജയമാണ്, യേശു നൽകിയ വിജയമാണ്. ഇന്ന് കേരളം മുഴുവൻ, അല്ല ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി സഞ്ജു മാറി. സച്ചിൻ, ധോണി, കോഹ്ലി ഇവർ കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള
ഒരു വ്യക്തിയായി സഞ്ജുവിനെ ദൈവം ഉയർത്തി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ആകയാൽ ദൈവം നിന്റെ ദൈവം അവനെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45 അധ്യായം 7 തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്, അഭിഷേകമാണ്. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവം നമ്മളെ ഉയർത്തും. അതിൻ്റെ തെളിവാണ് ഇന്നലെ ഏഡൻസ് ഗാലറിയിൽ നടന്ന കളി. ദൈവം നൽകിയ വിജയത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ് സഞ്ജു. ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നമുക്കൊക്കെ അഹങ്കരിക്കാൻ എന്തുണ്ടല്ലേ? നമ്മൾ എത്ര പേര് ഇതുപോലെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന് നമ്മൾ പല സമയങ്ങളിലും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലേ? നമ്മൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടില്ല, നല്ല ജോലി കിട്ടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ ഇതെല്ലാം കിട്ടി? എന്നിട്ട് എത്ര പേരോട് നിങ്ങൾ പറഞ്ഞു എനിക്ക് ദൈവമാണ് തന്നതെന്ന്? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞോ? നമുക്ക് പലപ്പോഴും പറയാൻ നാണമാണ്, നമുക്ക് ലജ്ജയാണ്. പക്ഷെ നിങ്ങളിത് നോക്കിയേ, ഇത്രയും വലിയ ഉയരങ്ങളിലിരിക്കുന്ന സഞ്ജു സാംസൺ ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ഗ്രൗണ്ടിൽ മുട്ടുകുത്തുകയാണ്. എന്താ സംഭവിക്കുന്നതെന്നറിയോ? ദൈവം ഇനിയും ഉയർത്തും. ദൈവത്തെ ഉയർത്തിയാൽ ദൈവവും ഉയർത്തും. പ്രിയപ്പെട്ടവരെ,